നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നും അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നും നിങ്ങൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് എന്നും നോക്കാം. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് സ്വാർഡ് എന്ന കാർഡാണ്. രണ്ടാമത്തെ കാർഡ് 8 ഓഫ് സ്വാർഡ് എന്ന കാർഡും മൂന്നാമത്തെ കാർഡ് 5 ഓഫ് വാണ്ട് എന്ന കാർഡുമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനമായി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പല പുതിയ കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഓപ്പണായി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനമില്ലാത്ത അവസ്ഥ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ അടിസ്ഥാനമായ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ബന്ധിച്ച അവസ്ഥയിൽ നിൽക്കുന്നു. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാതെ മറ്റുള്ളവർ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളെ ബന്ധിപ്പിച്ചു നിർത്തുന്നു. നിങ്ങളുടെ മനസ്സിനെ മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾ ഈ കെട്ടുകൾ അഴിച്ചാൽ മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. നിങ്ങളുടേതായ തീരുമാനങ്ങളാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നു. ഇനി നിങ്ങൾ പോകുന്നത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളിലും മറ്റുള്ളവർ ഇടപെട്ടുകൊണ്ട് അവരുടേതായ കാര്യങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതാണ് കാണുന്നത്. ആ പ്രശ്നങ്ങളെ പൊരുതിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് തീരുമാനങ്ങൾ എടുത്ത് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ കാണുവാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുമെന്നും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പലതും ജീവിതത്തിൽ ഓപ്പണായി വരും എന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ട് അറിഞ്ഞ് മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നന്ദി, നമസ്കാരം.